മോട്ടോർ സൈക്കിളിൽ റഡാർ സിസ്റ്റം. നോർമലി നമ്മൾ റഡാർ എന്ന് കേട്ടിരിക്കുന്നത് എയ്റോപ്ലെയിനിലും ഷിപ്പിലൊക്കെയാണ്. പിന്നെ ലക്ഷറി ആയിട്ടുള്ള കാർസിലും റഡാർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മോട്ടോർ സൈക്കിളിൽ എന്തിന് അല്ലെങ്കിൽ എങ്ങനെ ഒരു റഡാർ സിസ്റ്റം? ഇത് ഈ ഫ്ലാഷ്. ഞാൻ ആൽബിൻ വർഗീസ്. എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ മോട്ടോർ സൈക്കിളിൽ കാണുന്ന പല ടെക്നോളജീസും ഫോർ വീലേഴ്സിൽ നിന്നും അല്ലെങ്കിൽ അതുപോലുള്ള വലിയ വാഹനത്തിൽ നിന്നും ടൂ വീലേഴ്സിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ABS, EBD, TCS ഒക്കെ കാറിൽ നിന്നും മോട്ടോർ സൈക്കിളിലേക്ക് അഡാപ്റ്റ് ചെയ്തെടുത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു റഡാർ സിസ്റ്റവും. അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യമായി ഫ്രണ്ടിലും ബാക്കിലും റഡാർ സിസ്റ്റം ഉള്ള ഒരു മോട്ടോർ സൈക്കിളാണ് ഡുക്കാറ്റിയുടെ മൾട്ടിസ്ട്രാഡ V4. ഏറ്റവും പുതിയ മൾട്ടിസ്ട്രാഡ V4. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫ്രണ്ടിലും ബാക്കിലും റഡാർ വരുന്നത്? മൾട്ടിസ്ട്രാഡ V4 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന് മുൻപ് തന്നെ ഫസ്റ്റ് ടീസറിൽ കാണിച്ചത് ഒരു റഡാർ സിസ്റ്റം തന്നെയാണ്. റഡാർ സിസ്റ്റത്തിന് ഇമേജ് മാത്രമാണ് ഡുക്കാറ്റി ഷോക്കേസ് ചെയ്തത്. അപ്പോൾ തന്നെ ഈ ഒരു റഡാർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് കുറേ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ഒരു മോട്ടോർ സൈക്കിളിൽ റഡാറിന്റെ ആവശ്യകതയും അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യത്തിൽ. ഏറ്റവും ആദ്യത്തെ റഡാർ സിസ്റ്റം ഫ്രണ്ടിലും ബാക്കിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് ഡുക്കാറ്റി. ഇപ്പോൾ വന്നിരിക്കുന്ന മൾട്ടിസ്ട്രാഡ V4 എന്ന് പറയുന്നത് 4th ജനറേഷൻ ആയിട്ടുള്ള മൾട്ടിസ്ട്രാഡയാണ്. ഇനി ഈ റഡാർ സിസ്റ്റം എന്ന് പറയുന്നത് ഡുക്കാറ്റി മൾട്ടിസ്ട്രാഡ V4ൽ മാത്രമല്ല BMW R250 RT അതുപോലെ തന്നെ ഏറ്റവും പുതിയ KTM 1290 അഡ്വഞ്ചർ S എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിലുമുണ്ട്. പക്ഷേ എന്താണ് ഡുക്കാറ്റിയിൽ വ്യത്യാസം? കാരണം ഡുക്കാറ്റിയിൽ ഈ ഒരു റഡാർ സിസ്റ്റം വരുന്നത് ഫ്രണ്ടിലും ബാക്കിലുമാണ്. BMWയിലും KTMലും റഡാർ സിസ്റ്റം വരുന്നത് ഫ്രണ്ടിൽ മാത്രമാണ്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു രണ്ട് റഡാർ സിസ്റ്റം ഡുക്കാറ്റിയിൽ യൂസ് ചെയ്യുന്നത്? ഡുക്കാറ്റി മൾട്ടിസ്ട്രാഡ V4 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിളിൽ രണ്ട് റഡാർ സിസ്റ്റം കൊടുക്കാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ. അത് നോർമലി ഇപ്പോൾ BMWന്റെ R250 RTയിലും അതുപോലെ തന്നെ KTM സൂപ്പർ അഡ്വഞ്ചർ Sലും യൂസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എന്തിനാണ് പിന്നിൽ ഒരു റഡാർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്? ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ തന്നെയാണ് ബ്ലൈൻഡ് സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു റഡാർ സിസ്റ്റം. കാരണം നമ്മൾ നോർമലി ഹൈവേയിൽ ക്രൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ സിസ്റ്റം. അത് എനിക്ക് ഡുക്കാറ്റി കൊടുത്തിരിക്കുന്ന വേ ഓഫ് സ്റ്റൈലും എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഡുക്കാറ്റി ഏകദേശം 4 വർഷം മുൻപത്തെ ഒരു പ്രൊജക്റ്റ് ആണ് ഈ ഡുക്കാറ്റി മൾട്ടിസ്ട്രാഡ V4ൽ ഫ്രണ്ടിലും ബാക്കിലും റഡാർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട്. പക്ഷേ KTMും ഇതുപോലെ തന്നെ 2018 ഫ്രണ്ടിലും ബാക്കിലും റഡാർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രൊഡക്ഷൻ മോഡലായിട്ട് KTM 1290 അഡ്വഞ്ചർ S കൊണ്ടുവന്നപ്പോൾ ഫ്രണ്ടിൽ മാത്രം ഒരു റഡാർ സിസ്റ്റം ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആയിട്ട് ഒതുങ്ങി. അത് കുറച്ച് ടെക്നിക്കൽ കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം KTM 1290 അഡ്വഞ്ചർ S എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ ഈ ഒരു സിസ്റ്റം കൊണ്ടുവരാതിരുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ഡൗട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉള്ളത്, ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടാണോ? 2021 മോഡലിലാണോ ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത്? അല്ല. നോർമലി ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ മോട്ടോർ സൈക്കിൾസിലും ഉണ്ട്. കുറച്ച് ലക്ഷറി ആയിട്ടുള്ള, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുവിധം ടൂറിംഗ് മോട്ടോർ സൈക്കിളിലും സ്പോർട്സ് മോട്ടോർ സൈക്കിളിലും ഉള്ള കാര്യം തന്നെയാണ് ക്രൂയിസ് കൺട്രോൾ. പക്ഷേ റഡാർ വെച്ചിട്ടുള്ള ക്രൂയിസ് കൺട്രോളിന്റെ ഡിഫറൻസ് എന്താണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ? അപ്പോൾ നമുക്ക് എന്താണ് ക്രൂയിസ് കൺട്രോൾ തന്നെ നോക്കാം. അതിനുശേഷം എന്താണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് നോക്കാം. അപ്പോൾ ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ECM കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഒന്നും തന്നെയല്ല. നമ്മളൊരു സ്പീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പീഡിൽ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഫ്രണ്ടിലൊരു മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ കാറോ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു സ്പീഡ് കുറയ്ക്കണം. പിന്നെയും നമ്മൾ ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്ത് ആ ഒരു സെർട്ടൻ സ്പീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പീഡിൽ പിന്നെയും മോട്ടോർ സൈക്കിൾ പോയി തുടങ്ങും. പക്ഷേ ചില മോട്ടോർ സൈക്കിളിലെ ആ ഒരു ക്രൂയിസ് കൺട്രോൾ മുൻപ് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഹിസ്റ്ററി നോക്കിയിട്ട് ആ ഒരു സെയിം സ്പീഡിൽ തന്നെ പിന്നെയും തിരിച്ചു വരും. പക്ഷേ ഇതിന് മുൻപിൽ എന്തെങ്കിലും കാറോ ബൈക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യണം. അതാണ് നോർമൽ ആയിട്ടുള്ള ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ആക്സിലേറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു സെർട്ടൻ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് ഓടിക്കാം. പക്ഷേ ഇതിനേക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ. അതാണ് ഡുക്കാറ്റി മൾട്ടിസ്ട്രാഡ V4ൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ BMW R250 RT KTM സൂപ്പർ അഡ്വഞ്ചർ Sലും കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു കാര്യമാണ് ഈ ഒരു അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ആണ്. അപ്പോൾ എന്താണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ? അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത് കുറച്ചും കൂടിയും അഡ്വാൻസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഡുക്കാറ്റി മൾട്ടിസ്ട്രാഡ V4ലുള്ള ഫ്രണ്ടിലുള്ള റഡാർ സിഗ്നൽസ്, ഫ്രണ്ടിലേക്ക് ഒരു സിഗ്നൽസ് അയച്ചിട്ട് ആ ഒരു സിഗ്നൽ വെച്ചിട്ടാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ സഞ്ചരിക്കുക. നമ്മളിപ്പോൾ ക്രൂയിസ് കൺട്രോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഹാൻഡിൽ മേലുള്ള ഒരു ജോയ്സ്റ്റിക് യൂസ് ചെയ്തിട്ട് ക്രൂയിസ് കൺട്രോൾ ഇത്ര സ്പീഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പീഡിനനുസരിച്ച് ഈ ഒരു മോട്ടോർ സൈക്കിൾ സഞ്ചരിക്കുകയും ഫ്രണ്ടിൽ എന്തെങ്കിലും വാഹനം വന്നാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു മോട്ടോർ സൈക്കിൾ ബ്രേക്ക് ചെയ്യുകയും
അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് ആ ഒരു സെയിം സ്പീഡിൽ തന്നെ ക്രൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി റിലാക്സേഷൻ ആണ്, കാരണം ഒന്നും നമ്മൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നോർമൽ ക്രൂസ് കൺട്രോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം, സ്പീഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുക്കേണ്ട, പക്ഷേ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. പക്ഷേ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഫ്രണ്ടിൽ ഏതെങ്കിലും വെഹിക്കിൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം തന്നെ ആ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ബ്രേക്ക് ചെയ്യുകയും പിന്നെയും റിപ്പീറ്റ് ആ ഒരു സ്പീഡിലേക്ക് കണ്ടിന്യൂസ് വരികയും ചെയ്യും. ഇതിൽ കുറച്ച് കാര്യം കൂടിയും അഡ്വാൻസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഡുക്കാറ്റി ശ്രമിച്ചിട്ടുണ്ട്. ടേൺ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലെയിൻ ചേഞ്ചിങ്ങും ചെയ്യാം. അതുപോലെ തന്നെ ഏകദേശം ഒരു 100 km/h മുകളിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പോൾ നോക്കിയോ, കുറച്ചും കൂടിയും സിമ്പിളായി നമുക്കൊരു ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. ഇനി ഏറ്റവും അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ സിസ്റ്റത്തിൽ തന്നെ 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് വരുന്നുണ്ട്. ഏകദേശം 9 mile/h തൊട്ടിട്ട് 99 mile/hനുള്ളിലുള്ള കുറച്ച് ലെവൽസ് ആണ് ഈ ഒരു അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ വരുന്നത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഡുക്കാറ്റി വലിയൊരു ചേഞ്ച് തന്നെയാണ് ഈ ഒരു ക്രൂസിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖല, പ്രത്യേകിച്ച് ഒരു മോട്ടോർ സൈക്കിൾ ക്രൂസിംഗിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ ചാൻസ് ഉള്ള ഒരു ഡൗട്ടാണ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ചെയ്ത ഒരു മോട്ടോർ സൈക്കിൾ സഞ്ചരിക്കുകയാണ്, കുറച്ച് അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടെന്ന് വിചാരിക്കുക. പെട്ടെന്നൊരു വെഹിക്കിൾ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്കിങ്ങിൽ എന്തെങ്കിലും നമ്മുടെ ഹാൻഡ്ലിംഗ് എന്തെങ്കിലും ഇഷ്യൂ വരുമോ? കാരണം 2 wheels ആണ്, നമ്മൾ പ്രത്യേകിച്ച് ഒരു വെഹിക്കിൾ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സഡൻലി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഹാൻഡ്ലിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂ വന്ന ഒരു ആക്സിഡന്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഡുക്കാറ്റി പറയുന്നത് അങ്ങനത്തെ ഒരു ചാൻസ് വരില്ല എന്നാണ്. സഡൻലി ഉള്ള ആക്സിലറേഷനും സഡൻലി ഉള്ള ബ്രേക്കിങ്ങിനും ബെറ്റർ ആയിട്ടുള്ള ഹാൻഡ്ലിങ് ഡുക്കാറ്റി മൾട്ടിസ്ട്രാഡ V4 തരാൻ കഴിയുമെന്നാണ് ഡുക്കാറ്റി അവകാശപ്പെടുന്നത്. എന്തായാലും എനിക്ക് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഡൗട്ട് എനിക്കുമുണ്ട്. പ്രത്യേകിച്ച് ആക്സിലറേഷൻ്റെ കാര്യത്തിലല്ല എനിക്ക് ഡൗട്ട് വരുന്നത്. എനിക്ക് ഡൗട്ട് വരുന്നത് സഡൻലി ഒരു വെഹിക്കിൾ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു റെസ്പോൺസ്, ആ ഒരു സഡൻലി ഉള്ള ആ ഒരു പാനിക് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നോർമലി നമ്മൾ കാറിലൊക്കെ കണ്ടിട്ടുണ്ട് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളുള്ള BMW അതുപോലെ തന്നെ ബെൻസിൻ്റെ ഒക്കെ കാറിൽ അവർ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ യൂസ് ചെയ്തിട്ട് സഡൻലി ഒരു ഒബ്സ്റ്റക്കിൾ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്കിംഗ് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് 4 വീലാണ്, ഒരു ഹാൻഡ്ലിങ്ങിനോ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിയുടെ ഇഷ്യൂ വരില്ല. കറക്റ്റായിട്ട് വണ്ടി സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാറുണ്ട്, കാരണം 4 വീലും കറക്റ്റായിട്ട് റോഡ് പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരില്ല. പക്ഷേ ബൈക്കിൻ്റെ കാര്യം അറിയാം, നമുക്ക് 2 വീല് മാത്രമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം ശരിക്കും ഒന്ന് ഫീൽ ചെയ്ത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം, ഡുക്കാറ്റി മൾട്ടിസ്ട്രാഡ V4 ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ചെയ്യാം. ഇനി അടുത്തത് ഡുക്കാറ്റി മൾട്ടിസ്ട്രാഡ V4 അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഒരു മോട്ടോർ സൈക്കിളിനാണ് ഈ ഒരു സിസ്റ്റം ഉള്ളത്. പിന്നിലും കൂടിയും റഡാർ സിസ്റ്റം ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ, അതാണ് ഡുക്കാറ്റി മൾട്ടിസ്ട്രാഡ V4. പിന്നിലുള്ള റഡാർ എന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ. പ്രത്യേകിച്ച് ഡുക്കാറ്റി മൾട്ടിസ്ട്രാഡ V4 വളരെ സിമ്പിളായ രീതിയിലാണ് ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ കാണിക്കുക. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് നോർമലി നമുക്കറിയാം, മിററിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണണമെന്നില്ല. ചിലപ്പോൾ തൊട്ടടുത്തുള്ള നമ്മുടെ ഒരു വെഹിക്കിൾ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല, കാരണം അതാണ് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ. അതാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വരുന്ന ഒരു വെഹിക്കിൾ നമ്മുടെ മിററിൽ കാണിക്കില്ല. പക്ഷേ ഈ ഒരു റഡാർ സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഈ ഒരു ടെക്നോളജി വഴി, ഈ ഒരു റഡാർ വെച്ചിട്ടുള്ള ഈ ഒരു ടെക്നോളജി വഴി നമുക്ക് ആ ഒരു സിസ്റ്റം കൂടിയും ഇവരുടെ മിററിൽ തന്നെ കാണിക്കും. അതൊരു LED ലൈറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ഹൈവേയിൽ ക്രൂസ് ചെയ്യാണ്, നമ്മൾ മിറർ നോക്കിയിട്ട് തന്നെയാണ് ഓടിക്കുക, പക്ഷെ സഡൻലി വരുന്ന ചില വെഹിക്കിൾസ് നമുക്ക് കാണില്ല. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ എൻ്റെ KTMൻ്റെ വർക്കിന് വേണ്ടി പോയപ്പോൾ ഏകദേശം 200 km ഫുൾ ഹൈവേ ആയിരുന്നു. കന്യാകുമാരി ടു മധുരൈ ഹൈവേ ആണ്, കന്യാകുമാരി ടു തേനി ഹൈവേ ആണ്. അപ്പോൾ ഹൈവേ എന്ന് പറയുന്നത് നമുക്കറിയാം ഭയങ്കര സ്പീഡായിട്ടുള്ള ഹൈവേ ആണ്. നമ്മൾ എത്ര മിറർ നോക്കി ഓടിച്ചാലും ഇടയ്ക്കൊക്കെ ഒന്ന് പിന്നിലോട്ട് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ചില വെഹിക്കിൾസ് ഒന്നും, പ്രത്യേകിച്ച് തമിഴ്നാട് ലോക്കൽ ഏരിയാസ് ആണ്. അതുകൊണ്ട് തന്നെ ചില വെഹിക്കിൾസൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ് വരിക. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ക്രൂസിങ്ങിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ സിസ്റ്റം. ഡുക്കാറ്റി ചെയ്തിരിക്കുന്നത് മിററിൽ തന്നെയാണ്. ഏതെങ്കിലും വെഹിക്കിൾ ബ്ലൈൻഡ് സ്പോട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിററിന് മുകളിലുള്ള ചെറിയൊരു LED, അത്യാവശ്യത്തിന് വിസിബിൾ ആയിട്ടൊരു LED തന്നെയാണ്. ആ ഒരു LED ബ്ലിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. സോ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ അടുത്ത് മിററിലല്ലാണ്ട് ബ്ലൈൻഡ് സ്പോട്ടിൽ ഒരു വെഹിക്കിൾ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് അത് നോക്കി ശ്രദ്ധിച്ച് ഓടിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഡുക്കാറ്റിയിൽ യൂസ് ചെയ്തിട്ടുള്ള 2 റഡാർ കൊണ്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ആണ്. രണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു മോട്ടോർ സൈക്കിളിലൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ക്രൂസ് ചെയ്യാനായിട്ട് തന്നെയാണ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ആവശ്യമുള്ളത്. ഇനി രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്ന ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നോർമൽ ആയിട്ടുള്ള ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിലും ക്രൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്.
നമ്മുടെ മിററിനെ എല്ലാം ബ്ലൈൻഡ് സ്പോട്ട് തന്നെയാണ് ഏറ്റവും ഇഷ്യൂ. അപ്പോൾ ആ ഒരു ഇഷ്യൂ നികത്താനായിട്ട് ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ സിസ്റ്റത്തിന് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ciao.